ഓക്കെ, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിലുള്ള മുരാരി ബാബുവിനെ ഇനിയിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകുന്നത് നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാക്കിയ റാന്നി കോടതിയിലേക്ക് തന്നെയായിരിക്കില്ലേ റോഷി? അരുൺകുമാർ, സംശയമില്ല, നേരെ റാന്നി കോടതിയിലേക്കാണ് മുരാരി ബാബുവിനെ കൊണ്ടുപോകേണ്ടത്. അതിനു മുമ്പ് വൈദ്യപരിശോധനയുണ്ട്. ഒരുപക്ഷെ ജനറൽ ആശുപത്രിയിലാകാം വൈദ്യപരിശോധനയ്ക്ക് ഈ മുരാരി ബാബുവിനെ വിധേയമാക്കുക. ഏറെ റോഷിയാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്നുകൊണ്ടുള്ള വിവരങ്ങൾ നൽകുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ നിർണായകമായ തെളിവുകൾ മുരാരി ബാബുവിനെതിരെ ലഭിച്ചുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഈ സ്വർണ്ണപ്പാളി കടത്തുന്ന സമയത്ത് ശബരിമലയിൽ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു മുരാരി ബാബു. അതിനു മുമ്പ് ഏറ്റുമാനൂരിലും ക്രമക്കേട് മുരാരി ബാബു നടത്തിയെന്ന ദേവസ്വം ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു. അതിൽ നടപടിയുണ്ടായില്ല. അതിനുശേഷം ദേവസ്വം ബോർഡ് ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാക്കി. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ റോഷിപാൽ നിൽക്കുന്നത് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിലാണ്. അവിടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെ മുരാരി ബാബുവിനെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ തന്നെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ ഒരു യൂണിറ്റ് കൂടി ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ പകർത്താനായി അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ നേരെ റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി, ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ക്രൈംബ്രാഞ്ച് ഓഫീസിലില്ലല്ലോ അല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും റിമാൻഡ് റിപ്പോർട്ടും കസ്റ്റഡി അപേക്ഷയും ഒക്കെ തയ്യാറാക്കി പോലീസ് റാന്നി കോടതിയിലേക്ക് കൊണ്ടുപോവുക അല്ലേ? ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും നിർണായകമായ വിവരം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ്. ദേവസ്വം ബോർഡിന് മുൻ ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന മുരാരി ബാബുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കേസിൽ ഒട്ടേറെ നിർണായകമായ ഇടപെടലുകൾ മുരാരി ബാബുവിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ആദ്യമായി ദ്വാരപാലക പാളിയും കട്ടളപ്പാളിയും ചെമ്പുപാളിയാണ് എന്ന് രേഖപ്പെടുത്തിയത് ഈ മുരാരി ബാബുവാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മിനിറ്റ്സിൽ പറഞ്ഞ കാര്യങ്ങളെ തെറ്റായി ഉത്തരവിൽ രേഖപ്പെടുത്താനുള്ള ഉത്തരവാദിത്വവും മുരാരി ബാബുവിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മുരാരി ബാബുവിന്റെ താല്പര്യപ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളികൾ പൂശാൻ വേണ്ടി കൊടുത്തുവിട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. മുരാരി ബാബുവിനെതിരെ അങ്ങനെ എണ്ണി എടുക്കാവുന്ന തെളിവുകൾ ഇപ്പോൾ SIT ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇനി നമുക്കറിയേണ്ടത് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തതിന് ശേഷമാവില്ലേ റാന്നിയിലെ കോടതിയിലേക്ക് കൊണ്ടുപോവുക? റോഷി, സ്വാഭാവികമായും ഇനി വൈദ്യപരിശോധന, അതിനുശേഷം റാന്നിയിലെ കോടതിയിലേക്ക് മുരാരി ബാബുവിനെ കൊണ്ടുപോകും. അതിനു മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കസ്റ്റഡി അപേക്ഷ നൽകിക്കഴിഞ്ഞാൽ കോടതി മുരാരി ബാബുവിനെ അന്വേഷണ സംഘത്തിന് 2 ആഴ്ചയാണെങ്കിൽ 2 ആഴ്ച കസ്റ്റഡിയിൽ നൽകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കേസിൽ ഈ പ്രധാനപ്പെട്ട കണ്ണി, അതിൽ പ്രധാനി കൂടിയാണ്. ഈ ഗൂഢാലോചനയടക്കം പ്രധാന പങ്കാളിത്തമുള്ള മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്യാൻ തെളിവെടുപ്പിന് ഉൾപ്പെടെ കൊണ്ടുപോകേണ്ടി വരും. അതുകൊണ്ട് മുരാരി ബാബുവിനെ ഒരുപക്ഷെ 2 ആഴ്ചത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് സാധ്യത. ഈ കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ തയ്യാറാക്കി, ഒപ്പം കസ്റ്റഡി അപേക്ഷയ്ക്കൊപ്പം തന്നെ അതിൽ റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെ തയ്യാറാക്കിയാകും ഇവിടെ നിന്ന് പോവുക. ഉദ്യോഗസ്ഥന്മാരെല്ലാവരും വളരെ നേരത്തെ തന്നെ ഏതാണ്ട് 7:30 അന്വേഷണ സംഘത്തെ നയിക്കുന്ന SP ശശിധരൻ ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചേർന്നിരുന്നു. വിശദമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കി അത് ഒപ്പം തന്നെ ഈ മുരാരി ബാബുവിനുമായി റാന്നിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ഈ വന്ന സമയം മുതൽ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്, മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നുള്ള സൂചനകളാണ്. കാരണം മുരാരി ബാബുവിന്റെ ബന്ധുക്കൾ എന്ന് കരുതുന്ന ഒരു സ്ത്രീയും പുരുഷനും ഇവിടെ നേരത്തെ തന്നെ എത്തിയിരുന്നു. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും അതിന്റെ തുടർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. എന്നിട്ട് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി തിരിച്ചു ഇവിടെ എത്തിച്ചതിന് ശേഷം അല്പസമയത്തിനുള്ളിൽ ഇതുവരെ മുരാരി ബാബുവിനെതിരെ ലഭിച്ചിരിക്കുന്ന തെളിവുകൾ നമുക്ക് എണ്ണി പ്രേക്ഷകരിലേക്ക് പറയാവുന്നതാണ്. ഒന്ന്, സ്വർണ്ണപ്പാളി ഇത് ആദ്യമായി ചെമ്പുപാളിയാണെന്ന രേഖയിൽ ഉൾപ്പെടുത്തിയത് മുരാരി ബാബുവാണ്. ഇതാണ് മുരാരി ബാബുവിലേക്ക് ആദ്യം സംശയമുന നീളാനുള്ള പ്രധാനപ്പെട്ട കാരണം. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മുരാരി ബാബുവാണ് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത്. വിജയമല്യ സ്വർണം പൂശിയ പാളി എന്ന് രേഖപ്പെടുത്തേണ്ടതിന് പകരം ബോധപൂർവം അത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി അയച്ചു. ആ സമയത്ത് ഈ മുരാരി ബാബു എടുത്ത നിലപാട് പിന്നെ എന്താണെന്ന് 10-ാം തീയതി മുരാരി ബാബു വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഇത് സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാക്കാനുള്ള അമിതമായ വ്യഗ്രത ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം മുരാരി ബാബു കാട്ടി.
2, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിടാൻ വേണ്ടി ഏൽപ്പിച്ചതിന്റെ സൂത്രധാരൻ ഈ മുരാരി ബാബുവാണ് എന്ന് വിജിലൻസ് സംശയിച്ചു. SITയും അതിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3, ഒരുപാട് ക്രമക്കേടുകൾ മറ്റു വഴിപാടുകളിലടക്കം ഈ മുരാരി ബാബു നടത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന തെളിവുകൾ. ഉദാഹരണത്തിന് ആനയെ നടക്കിരുത്തുന്നതിലടക്കമുള്ള ഇതിൽ വലിയ ഗുരുതരമായ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ മുരാരി ബാബുവിന്റെ ഇടപെടൽ ഇപ്പോൾ SITക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇപ്പോൾ മുരാരി ബാബു ഇരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചില കാര്യങ്ങൾ ചോദിക്കും. അതിൽ നിലവിൽ ലഭിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് തൃപ്തികരമായ ഒരു ഉത്തരവും നൽകാൻ സാധിച്ചിരുന്നില്ല എന്നാണ്.